മണിപ്പൂരിലെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇവിടുത്തെ TV ചാനലുകൾ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നമായിട്ട് ചില ആൾക്കാർ കാണിക്കുന്നുണ്ട്, സർക്കാരിന്റെ പോരായ്മയായിട്ട് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ വെച്ചാൽ അത് അവിടെ ട്രൈബ്സിന്റെ ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മണിപ്പൂരിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്? എനിക്കൊരു വിയറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു സ്ഥലമാണ് മണിപ്പൂർ. ഒരു നൈറ്റ് മെയർ ആയിരുന്നു അത്. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങി. ആ സമയത്തേക്ക് 1 മണിയൊക്കെ ആയപ്പോൾ ഭയങ്കര സൗണ്ട്. ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ്. എന്തുവാണെന്ന് വെച്ച് രണ്ടുപേരും അറിയത്തില്ല, നീ കിടന്നുറങ്ങുന്നത് ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് പുറത്ത് റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ റോഡിലൊന്നും വണ്ടികളോ ഒന്നുമില്ല. മൊത്തത്തിൽ ശാന്തത. റോഡിൽ ഒരു സാധനങ്ങളും ഇല്ല. കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് നമ്മൾ തലേന്ന് നൈറ്റ് ഫുഡ് കഴിച്ചൊരു കടയുണ്ടായിരുന്നു. അവിടുത്തെ ചേട്ടൻ പുറത്തേക്കുന്നു. എന്തോ പറ്റിയെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, ന്യൂസൊന്നും കണ്ടില്ല, ഇവിടെ ഇന്നലെ ബോംബ് വീണു. കുക്കീസ് എന്ന് പറഞ്ഞ ഗ്യാങ് വന്നിട്ട് മേത്തീസിന്റെ വീട്ടിൽ ബോംബിട്ടു. പിള്ളേർ 2 പേരും മരിച്ചു. ഇവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചേക്കും. കുക്കീസിനെ സപ്പോർട്ട് ചെയ്യുന്നത് മ്യാൻമാറും ചൈനയൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കാരെ വെച്ച് തന്നെ അവരൊരു വാർ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതിൽ ഗവൺമെന്റ് ഒന്നും ചെയ്യാത്തത്. കുക്കീസും ഇന്ത്യൻസാണ്, മേത്തീസും ഇന്ത്യൻസാണ്. ഇതിപ്പം പാകിസ്ഥാൻകാരെ വന്നടിക്കുന്നെങ്കിൽ നോക്കിയിരിക്കും. ഇവരെ 2 പേരെയും കൊല്ലാൻ പറ്റത്തില്ല.